ഇതാ പുണ്യ റമളാൻ നമ്മിലേക്ക് സമാഗതമാവാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത്രേ ഉള്ളൂ. എണ്ണാൻ പറ്റിയ മണിക്കൂറുകളെ ഇനി ബാക്കിയുള്ളൂ. മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ കണ്ട് തുറന്നു വെക്കും. സ്വർഗം നമ്മളങ്ങനെ സ്വാഗതം ചെയ്യും. റമളാൻ അല്ലാത്ത മാസത്തിൽ ആളുകൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ റമളാന്റെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നോമ്പിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറൂല. നോമ്പ് വരിക എന്നുള്ള പേടിയുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞപ്പോഴേ ഒരാളിങ്ങനെ ഒരു തമാശക്ക് പറഞ്ഞതാണ്, പടച്ചോനെ റമളാൻ ഒരു മാസം അങ്ങട്ട് നീട്ടി കിട്ടുകയാണെങ്കിൽ എങ്ങനെ മൂപ്പര് പറയുന്നറിയോ? ഒന്റെ ബാപ്പോ എന്തൊരു ചൂടാ പടച്ചോനെ, റമളാൻ ഒരു മാസം അങ്ങട്ട് നീട്ടി കിട്ടുകയാണെങ്കിൽ ഒരാശ്വാസമായിരുന്നു. അതിന് വല്ല വകുപ്പും ഉണ്ടോ? എന്നോട് രസമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ലുഹറിനെ അസറിലേക്കും അസറിനെ ലുഹറിലേക്കും മഗ്രിബിനെ ഇശായിലേക്കും ഇശായിനെ മഗ്രിബിലേക്കും ആക്കുന്ന ചില പരിപാടികളൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും അങ്ങനെ കണ്ടല്ലോ ഉസ്താദേ. നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ലതും പറഞ്ഞ വലിയ ചൂടാണ്. അതുകൊണ്ട് പടച്ചോനെ നോമ്പാന്നതിൽ പേടിയാണോ, ബേജാറാണോ, സങ്കടാണോ? ഇത് സങ്കടം പാടില്ല. സഹാബിമാർക്കൊക്കെ റമളാൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷ, സന്തോഷം. കാരണം ഉമ്മത്ത് മുഹമ്മദിനെ ഇലാഹായ റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ റമളാൻ. ആ റമളാൻ എന്നത് ഉമ്മത്ത് മുഹമ്മദിന് അനുഗ്രഹമായതുകൊണ്ട് ആകാശഭൂമികളൊക്കെയും ആ സന്തോഷത്തിൽ പങ്കുചേരുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു സന്തോഷം കിട്ടിയതിൽ ആകാശം പങ്കാളിയാവുക, സൂര്യൻ പങ്കാളിയാവുക, ചന്ദ്രൻ പങ്കാളിയാവുക, എന്നിട്ട് നമ്മൾ ദുഃഖിക്കുക. അത് ശരിയാണോ? അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ഇദാ ഹല്ലാ ഹിലാലു റമളാൻ. സഹോദര സഹോദരി പറയുന്നത് ശ്രദ്ധിക്കണേ. റമളാന്റെ പേരിൽ ഒന്ന് സന്തോഷിക്കുന്നത് പോലും പുണ്യമാണ്. അൽഹംദുലില്ലാ, റമളാൻ വരികയാണല്ലോ, ഒരു സന്തോഷം. അതിന് പോലും എന്തുണ്ട്? ഇതിന് പോലും കൂലുണ്ട്. റമളാൻ വരികയാണല്ലോ, അത് കേൾക്കുമ്പോ, അത് ചിന്തിക്കുമ്പോ അതിലൊരു ആനന്ദം, അതിലൊരു റാഹത്ത്, അതിലൊരു സന്തോഷം, അതിന് പോലും കൂലുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പിന്നെ സങ്കടമൊക്കെ വരികപ്പാന്ന് വെച്ചാല് എല്ലാരും നോമ്പ് നോറ്റു, നമ്മൾ മാത്രം ഓരോ രോഗങ്ങൾ ബാധിച്ച് നോമ്പ് ഒൽക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട്. ഇപ്പൊ ഇന്ന് എന്നോട് ചോദിച്ചു ഒരു ഉമ്മ വന്നിട്ട്, ഉസ്താദേ എന്റെ മോൻ ഇങ്ങനെ ആന്ധ്രയിലോ ഏതൊരു സംസ്ഥാനം പറഞ്ഞു, അവിടെ ഒരു കമ്പനിയിലാണ് ജോലി. അപ്പൊ കമ്പനിയിൽ നിന്ന് രാവിലെ ഒരു ചായ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റും കൊടുക്കും, ഉച്ചക്ക് എന്തോ ഒരു ഭക്ഷണം അവിടുന്ന് കൊടുക്കും, അല്ലാത്തൊരു ഭക്ഷണം അവിടുന്ന് കിട്ടൂല. ആകെ പ്രയാസത്തിലാണ്. അപ്പൊ എന്റെ കുട്ടിക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതല്ലാത്ത ഒരു ജോലി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യന്ന് വിചാരിക്കുക. ഈ നിസ്കാരം നോമ്പൊന്നും ഖളാ ആക്കിയിട്ടും ഒഴിവാക്കിയിട്ടും ഒരു ജോലിയും അനുവദനീയം അല്ല. അത് അനുവദനീയാകൽ എപ്പോഴാന്നറിയോ? ആ ജോലി അല്ലാത്തൊരു ജോലി അവന് ഒരു നിലക്കും കിട്ടാനില്ല. ആ ജോലി ചെയ്തിട്ടില്ലെങ്കിലോ അവന് 10 ഉറുപ്പ്യ കിട്ടൂല. അതുകൊണ്ട് ഭക്ഷണം വാങ്ങാൻ കഴിയൂല, പട്ടിണി കിടന്ന് മരിച്ചു പോകും. എന്നാൽ മാത്രമേ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ജോലിക്ക്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അങ്ങനെ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള, നോമ്പ് പറ്റ ഒഴിവാക്കിയിട്ടുള്ള ജോലിയൊന്നും വേണ്ട എന്ന് തീരുമാനിക്കണം. വാതിലൊക്കെ അള്ളാഹു തുറന്നു തരും. അള്ളാഹു നമ്മുടെ മഈശത്തിന്റെ വഴികൾ തുറന്നു തരട്ടെ. ശ്രദ്ധിക്ക്, ഹദീസ് ശ്രദ്ധിക്ക്. ഹബീബായ നബി തങ്ങൾ പറയുന്നതിങ്ങനെയാണ്, ഇദാ ഹല്ലാ ഹിലാലു റമളാൻ. പരിശുദ്ധ റമളാന്റെ പൊന്നമ്പിളി മാനത്ത് വെളിവായാൽ, സഹോദരാ സഹോദരി, സ്വാഹൽ അർശു വൽ കുർസിയു വൽ മലായിക, സ്വാഹൽ അർശു വൽ കുർസിയു വൽ മലായിക. അർശ് സന്തോഷിക്കും, കുർസിയെ സന്തോഷിക്കും, മാലാകമാരായ മാലാകമാരൊക്കെ സന്തോഷിച്ച് വമാ ദൂനഹും യഖൂലൂൻ എന്ന് വേണ്ട റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും സന്തോഷിച്ച് വിളിച്ച് പറയുന്നതാണ്, തൂബാലി ഉമ്മത്തി മുഹമ്മദിൻ,
സല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ആനന്ദമല്ലോ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് സന്തോഷമല്ലോ, ബിമാ ഇൻദല്ലാഹി തആല ലഹും മിനൽ കറാമ. എത്ര വലിയ മഹത്വമാണ്, ആദരവാണ് ഈ പുണ്യ റമളാനിലൂടെ ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു നൽകുന്നത്. ഉമ്മത്ത് മുഹമ്മദേ, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് ആനന്ദമെന്ന് എല്ലാം വിളിച്ചു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ സഹോദരി, ആ സന്തോഷം നമുക്കുമുണ്ടാവണം. റമളാൻ എന്നത് വല്ലാത്ത ഒരു ആനന്ദമാകണം. ഓരോ നോമ്പും നമുക്കൊരു ഊർജമാകണം. ഓരോ തറാവീഹും നമുക്ക് ഊർജമാകണം. ജല്ല ജലാലായ റബ്ബിന്റെ കലാം ഓതുന്നതൊരു ലഹരിയായി മാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ആമീൻ കബൂലാക്കട്ടെ. മാത്രമല്ല വസ്തഗ്ഫറത് ലഹുമുശ്ശംസു വൽ ഖമറു വൽ കവാകിബു വത്തുയൂറു ഫിൽ ഹവാഇ വസ്സമകു ഫിൽ മാഇ വകുല്ലു ദീ റൂഹിൻ അലാ വജ്ഹിൽ അർളി ഫിൽ ലൈലി വന്നഹാർ. എന്തൊരു പ്രതീക്ഷ നൽകുന്ന ഹദീസാണ്, എന്തൊരു പ്രതീക്ഷ നൽകുന്ന ഹദീസാണിതൊക്കെ. അല്ലാഹുവേ, ഓരോ ഇൽമും കേൾക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ നിന്ന് അജ്ഞതയുടെ ഇരുൾ നീ അകറ്റണേ അല്ലാ. ഞങ്ങളെ കൽബിലേക്ക് ഈമാനും ഹിക്മത്തും മഅരിഫത്തും നീ ഇറക്കി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ കൽബിന് വിശാലത നൽകണേ അല്ലാ. എല്ലാ ഹിക്മത്തും ഞങ്ങളെ കൽബിലേക്ക്, എല്ലാ മഅരിഫത്തും ഞങ്ങളെ കൽബിലേക്ക് നീ ഇറക്കി തരണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ വയല് മാത്രം പറഞ്ഞു പോവല്ല. നമ്മളെ ആവശ്യങ്ങളൊക്കെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പൊ എപ്പോഴും ആമീൻ പറയാനുള്ള ആ ഒരു ഉണർവിലും ആവേശത്തിലും തന്നെ ഇരിക്കണം. കാരണം ഈ സദസ്സിലുള്ള ആമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഒരാളെ ആമീനാണ്ട് തട്ടിയാലും മറ്റു പലരുടെയും ആമീൻ അള്ളാഹുക്ക് തട്ടാൻ കഴിയൂല. ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നല്ലൊരു ഹിമ്മത്തുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇന്നത്തെ ഒരു സമയത്ത് ഇവിടെ വരാൻ കഴിയൂ. അതിന് നല്ല ചൂടാണ്. ഫാനിന്റെ മുന്നിൽ ഇരുന്നാൽ തന്നെ അസ്വസ്ഥത മാറുന്നില്ല, വരുന്ന ചുടുകാറ്റാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ ഒരു കലാമിന്റെ മഹബത്ത് വെച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയല്ലോ. എന്നിട്ട് അള്ളാഹുവിനോട് നല്ല മനസ്സോടുകൂടെ ആമീൻ, ഈ ദുആ ഒന്ന് സ്വീകരിക്ക റബ്ബേ നമ്മൾ പറയണത് അള്ളാഹു തആല തട്ടൂല. അള്ളാഹു ഇജാബത്തുള്ള മജാലിസിൽ നമ്മുടെ മജ്ലിസിനെ പെടുത്തി തരട്ടെ. എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാ ബലാ മുസീബാത്തുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുടുംബത്തിലൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും അല്ലാഹു ഏറ്റി തരട്ടെ. അപ്പൊ ശ്രദ്ധിക്ക്, റമളാൻ കൊണ്ട് സന്തോഷിക്കണം. എന്തുകൊണ്ട് സഹോദരാ സഹോദരി, നമുക്ക് വേണ്ടി വസ്തഗ്ഫറത് ലഹുമുശ്ശംസു വൽ ഖമറു വൽ കവാകിബു. ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സൂര്യൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടും. സൂര്യൻ ഇസ്തിഗ്ഫാർ തേട്. സൂര്യൻ ഇസ്തിഗ്ഫാർ തേടും. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഭൂമിയിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചൊക്കെയും അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സുജൂദ് ചെയ്യും, അത് തസ്ബീഹ് ചൊല്ലും, അത് പ്രാർത്ഥന നടത്തും. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്സല്ലേ. ആർക്കത് നിഷേധിക്കാൻ കഴിയും? വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വള്ളിച്ചെടികളും വൃക്ഷങ്ങളൊക്കെയും യസ്ജുദാനി, അത് ജല്ല ജലാലായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ പ്രാർത്ഥന ഉണ്ട്, ഇതിനൊക്കെ സുജൂദ് ഉണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് ഒക്കെ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. അതിനോട് ചേർന്ന നിലയിലുള്ള സുജൂദ് എന്നതുപോലെ അതൊക്കെ റബ്ബിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. ആർക്ക്? പരിശുദ്ധ റമളാൻ സമാഗതമായി എല്ലാ പവിത്രതയോടുകൂടെയും റമളാനെ ഏറ്റെടുത്തവർ, ആ റമളാനെ ഉപയോഗപ്പെടുത്തുന്നവർ, അവർക്കാണ് സൂര്യനും ചന്ദ്രനും വൽ കവാകിബു. എന്താ കവാകിബ്?
നക്ഷത്രങ്ങൾ, അതിന്റെ അതത് പോലും നമുക്ക് കൗക്കബ് കവാക്കിബ് നക്ഷത്രം, അതിന്റെ ഒരു എണ്ണം പോലും നമുക്കറിയില്ല. അന്തരീക്ഷത്തിലുള്ള പക്ഷികളില്ലേ, പറവകളില്ലേ, അതൊക്കെയും ഇസ്തിഗ്ഫാറിലാണ്. വസ്സമഖു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ ഉൾപ്പെടെ എന്ന് വേണ്ടവ കുല്ലു ദീ റൂഹിൻ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്തുള്ള എല്ലാ ജീവികളും എല്ലാം ഫിൽ ലൈലി വന്നഹാർ, രാവും പകലും ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരേ ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോൾ മാത്രം ഇസ്തിഗ്ഫാർ ഉണ്ടാവും എന്നല്ല പറഞ്ഞത്, രാത്രിയിലും നോമ്പുണ്ടാവോ? മനസ്സിലാവണില്ലേ? രാത്രിയിൽ നോമ്പുണ്ടാവോ? ഇല്ലല്ലോ. എന്നാലും പടച്ചോന് റമളാൻ മാസാണ്, ഉമ്മത്ത് മുഹമ്മദിന് പൊറുക്കണേ എന്ന് നിരന്തരമായി മാലാഖമാരുൾപ്പെടെ എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. ആര് മാത്രമേ മാറി നിൽക്കൂ? പറയാൻ ഒരു മടി. ആര് മാത്രം? ശൈത്താൻ മാറി നിൽക്കും. ശൈത്താൻ നമുക്ക് ഇസ്തിഗ്ഫാർ തേടാൻ ഉണ്ടാവില്ല. അതല്ലല്ലോ അവന്റെ പണി. അവന്റെ പണി എന്താ? അവന്റെ പണി ഈ നേരിന്റെ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ എങ്ങനെങ്കിലും റൂട്ട് തിരിച്ചു വിടാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുമാര്? ശൈത്താൻ. ഇത് നമ്മൾ മനസ്സിലാക്കണേ, ഇത് മനസ്സിലാക്കണ. റമളാൻ വരികയാണ്. നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നന്നാവാൻ ഏറ്റവും നല്ല മാസം ഏതാ? റമളാനാണ്. കാരണം ആരെ പിടുത്തുണ്ടാവില്ല? ശൈത്താന് പിടുത്തുണ്ടാവില്ല. അല്ലാത്ത സമയത്ത് പിശാച് തന്നെ അള്ളാഹുവിനോട് ശപഥം ചെയ്ത് പറഞ്ഞതെന്താ? قال فبما غويتني لأقعدن لهم على صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇബ്ലീസ് തന്നെ, ശൈത്താൻ തന്നെ അള്ളാഹുവിനോട് ശപഥം ചെയ്ത് പറഞ്ഞത് ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അല്ല പടച്ചോനെ, ഈ ആദമിന് സുജൂദ് ചെയ്യാത്ത കാരണത്താലല്ലേ നീ എന്നെ വഴികേടിലാക്കിയത്. അതുകൊണ്ട് ആദമും ആദമിന്റെ മക്കളും സ്വർഗം ലക്ഷ്യമാക്കി നേരിന്റെ മാർഗത്തിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു വരുമ്പോ അതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, ആ നേരിന്റെ മാർഗത്തിൽ ഞാനുണ്ടാകും. നമ്മൾ നല്ലോണം നിസ്കരിച്ച് നല്ലോണം നോമ്പ് നോറ്റ് ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് വിശ്വാസവും ആദർശമൊക്കെ കറക്റ്റാക്കിയാണ്ട് പോവാണെങ്കിൽ ആ പോകുന്ന വഴിക്ക് ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവുന്ന മാത്രല്ല, അവൻ പറയുന്നത് എന്താ? സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരെ ആ സ്വർഗം ലക്ഷ്യമാക്കി സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുമ്പോ സുമ്മല ആത്തിയന്നഹും, അവരിലേക്ക് ഞാൻ കടന്നു ചെല്ലും. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ അയ്മാനിഹിം, അവരുടെ വലതുഭാഗത്തിലൂടെ, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തിലൂടെയും, ചുരുക്കത്തിൽ 4 മാർഗത്തിലൂടെയും അവരിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് കേൾക്കണോ? വലാ തജിദു അക്സറഹും ശാകിരീൻ, ഭൂരിഭാഗം ആളുകളും നന്ദി കേട് കാണിക്കുന്നവരായിരിക്കും. നന്ദിയുള്ളവർ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അള്ളാഹിനോട് ശപഥം ചെയ്തു വന്നതാണ് ആര്? ശൈത്താൻ. എന്നാൽ ഈ ശൈത്താൻ 11 മാസവും നമ്മുടെ പിന്നാലുണ്ടെങ്കിലും അള്ളാഹു വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തും. ഏതു മാസത്തിൽ? റമളാനിൽ. إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين
ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഓർക്കേണ്ടതാണ്. ഇതാ പുണ്യ റമളാൻ നമ്മിലേക്ക് സമാഗതമാവാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത്രേ ഉള്ളൂ. എണ്ണാൻ പറ്റിയ മണിക്കൂറുകളെ ഇനി ബാക്കിയുള്ളൂ. മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ കണ്ട് തുറന്നു വെക്കും. സ്വർഗം നമ്മളങ്ങനെ സ്വാഗതം ചെയ്യും. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. ഇട്ട് വരണ്ട. നരകത്തിന് പറയാനുള്ളത് അതാണ്. ശൈത്താൻ അല്ലാഹു തആല ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തും. അവ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നന്നാവാൻ ഏറ്റവും വലിയ മാസം റമളാനാണ്. അല്ലാതെ ഒരു മാസം അല്ലാഹു തആല എന്തിനാ നമ്മളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞത്? നിങ്ങൾ പറ. എന്തിനാണ് റമളാനിൽ കൊല്ലത്തിലൊരു മാസം സുബ്ഹി മുതൽ മഗ്രിബ് വരെ അല്ലാഹു തആല നമ്മളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞത്? അത് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനാണോ? ആണോ? അല്ലല്ലോ. ഇപ്പൊ പഴയ കാലത്തൊക്കെ പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഓർമ്മല്ലേ പവർ കട്ട്? ഇല്ലേ? രാത്രി എല്ലാവരും വൈദ്യുതി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോ 1 മണിക്കൂർ, ചിലപ്പോ അരമണിക്കൂർ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, കട്ടായിരിക്കും. അതെന്തിനാ? ഒന്ന് പറയും മനുഷ്യന്മാരെ, അതെന്തിനാ? അത് വൈദ്യുതിയുടെ കമ്മി പരിഹരിക്കാനാണ്. എന്നതുപോലെ കൊല്ലത്തിലൊരു മാസം സുബ്ഹി മുതൽ മഗ്രിബ് വരെ ആരും ഒന്നും കഴിക്കണ്ട, ഒന്നും കുടിക്കണ്ട. ഇലാഹായ റബ്ബ് അങ്ങനെ നിർദ്ദേശിച്ചത് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനാണോ? അള്ളാഹുവിന്റെ ഖജനാവിൽ ഭക്ഷ്യക്ഷാമം ഉള്ളത് കൊണ്ടാണോ? ആണെങ്കിൽ തന്നെ അതൊരിക്കലും നടക്കൂല. എന്തുകൊണ്ട്? ഭക്ഷ്യക്ഷാമം പരിഹരിക്കൽ നടക്കൂല. കൊല്ലത്തിൽ ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്ന മാസം ഏതാന്ന് ചോദിച്ചാൽ, കൊല്ലത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മാസം ഏതാന്ന് ചോദിച്ചാൽ റമളാനാണ്. ഇപ്പൊ പോയി തൂക്കി നോക്കിയാല് ഒരു 65 കിലോ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെ ഒരു 70 കിലോ ഉണ്ട്. റമളാൻ കഴിഞ്ഞിട്ട് ചെന്ന് തൂക്കി നോക്കിയാൽ ചിലപ്പോ അതെന്ത് ചെയ്യും? കൂടും. 3, 4, 5 കിലോനൊക്കെ കൂടുകയാണ്. കാരണം ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മാസം ഏതാന്ന് വെച്ചാൽ റമളാനാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിന് ആമീൻ പറഞ്ഞേക്ക്. എന്തേ കാര്യം എന്നറിയോ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, റമളാൻ അല്ലാത്ത മാസത്തിലും രാത്രിയിൽ ആളുകൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. റമളാൻ അല്ലാത്ത മാസത്തിൽ ആളുകൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ റമളാന്റെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നോമ്പിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറൂല. എന്താ നോമ്പിന്റെ ലക്ഷ്യം? നോമ്പിന്റെ ലക്ഷ്യം ഭക്ഷ്യക്ഷാമം പരിഹരിക്കലല്ല, ലഅല്ലക്കും തത്തഖൂൻ, അത് നിങ്ങളെ മുത്തഖീങ്ങളാക്കി മാറ്റലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലയിലുള്ള നോമ്പെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമ്മളിൽ ഓരോരുത്തർക്കും നൽകട്ടെ. സഹോദര സഹോദരി, ലക്ഷ്യമതാണ്, നമ്മളെ മുത്തഖീങ്ങളാക്കി മാറ്റലാണ്. എന്തേ കാര്യം? മുത്തഖിക്ക് മാത്രമേ അല്ലാഹു സ്വർഗം കണക്കാക്കിയിട്ടുള്ളൂ. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് സ്വർഗത്തെ അടുപ്പിക്കപ്പെടുന്നത്. ാത്തവർക്ക് സ്വർഗല്ലല്ലോ. മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. അപ്പൊ സ്വർഗം മുത്തഖീങ്ങൾക്കാണ്. നമ്മളെ മുത്തഖീങ്ങളാക്കി മാറ്റാനാണ് ഈ പുണ്യ റമളാൻ, ഇതിലുള്ള നോമ്പ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിന് ഏറ്റവും നല്ല ഒരു അനുകൂല സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ വസുഫിദത്തിശ് ശയാത്തീൻ, ശൈത്താൻ അല്ലാഹു തആല കിട്ടിയിടും. ഷാജിൽ നിന്ന് വലിയ നിയന്ത്രണമുണ്ടാകും. ഒരു ജമാഅത്തിന്റെ കാര്യം തന്നെ പള്ളിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇന്നിപ്പോ ലുഹറിന്റെ ജമാഅത്തിന് പള്ളിയിലുള്ള ആളായിരിക്കില്ല ഇനി ബുധനാഴ്ച ലുഹറിന്റെ ജമാഅത്തിന് പള്ളിയിൽ. മനസ്സിലായോ? ഇന്ന് ലുഹറിന്റെ ജമാഅത്തിന്, ഇന്ന് അസ്റിന്റെ ജമാഅത്തിന് മസ്ജിദിൽ ഉള്ള ആളുകളായിരിക്കില്ല ഇനി ബുധനാഴ്ച ലുഹറിന്റെയും അസ്റിന്റെയും ജമാഅത്തിന്. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? സഫിന്റെ എണ്ണം കൂടൂലേ? ആളുകൾ കൂടൂലേ? എന്നാൽ റമളാനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സതിലേക്ക് അടുക്കും. ശൈത്താന്റെ പിടുത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ആളുകൾക്ക് റമളാൻ അല്ലാത്ത മാസത്തിലും വിചാരിച്ച സുഖമായിട്ട് വരാൻ കഴിയും. പക്ഷേ അവിടെ ഒരു പിടുത്തുണ്ടാവും. ഞാൻ പറയുന്നത് ആ പിടുത്തത്തിൽ നിന്ന് ഒഴിവാകുന്ന ഈ ഒരു മാസം ആ നിലയിൽ പരിശീലനത്തിനായി അള്ളാഹു നമുക്ക് തന്നതാണ്. അതങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവേ നീ സഹായിക്കണേ റബ്ബേ.
ഏതായാലും ഹബീബ് പറയുന്നുണ്ട്, പിശാചല്ലാത്ത എല്ലാം ഇലാഹായ റബ്ബിനോട് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അങ്ങനെ ഫൈദാ അസ്ബഹു ലാ യത്റുഖുല്ലാഹു തആല അഹദം മിൻഹും ഇല്ലാ യഗ്ഫിറു ലഹു. പ്രഭാതമാകുന്നതോടുകൂടെ ഇവയുടെയൊക്കെയും ഇസ്തിഗ്ഫാറിന്റെ ഫലമായി അല്ലാഹു അവർക്ക് പൊറുത്തിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കേൾക്കണേ, വയഖൂലുല്ലാഹു അസ്സ വജല്ല ലിൽ മലായിക, മാലാകമാരോട് ഇലാഹായ റബ്ബ് പുണ്യ റമളാനിൽ പറയുമത്രേ, ഇജ്അലൂ സ്വലാത്തകും വതസ്ബീഹകും ഫീ റമളാൻ ലിഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഈ ഉമ്മത്തിന് മാത്രമുള്ള മഹത്താണ്. നമ്മളെ വയസ്സ് എന്ന് പറഞ്ഞാൽ അഴ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, ഒരു 60, 70, 80 വയസ്സൊക്കെ അല്ലേ അള്ളാഹു നമുക്ക് സാധാരണ കണക്കാക്കിയിട്ടുള്ളത്. മുൻഗാമികളോ 1000 കൊല്ലം ജീവിച്ചവർ, 900 കൊല്ലം ജീവിച്ചവർ, 800 കൊല്ലം ജീവിച്ചവർ, 700 കൊല്ലം ജീവിച്ചവർ, അവരുടെ ആയുസ് അള്ളാഹ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു പലരും. എന്നാൽ നമ്മൾ 60, 70, നമ്മൾ ഈ 60, 70 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ട് എങ്ങനെ അവരെ മറികടക്കും? സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. നബിമാരുടെ സമുദായങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള സമുദായം നമ്മളാണ്. അതുകൊണ്ട് ആഖിറത്തിലും ഏറ്റവും ദറജയിലെത്തേണ്ടവരും നമ്മളാണ്. ആ ദറജയിൽ നമ്മളെ എത്തിക്കാനാണ് ഇങ്ങനെ ഒരു റമളാൻ അല്ലാഹു തന്നതെന്ന ബോധമുണ്ടാവണം. അപ്പൊ അതിലെ ഓരോ മിനിറ്റുകളും പ്രധാനപ്പെട്ടതാണ്. അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു മാലാകമാരോട് പറയുന്നത്, ഇജ്അലൂ സ്വലാത്തകും വതസ്ബീഹകും ഫീ റമളാൻ ലിഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ആ റമളാനിലുള്ള നിങ്ങളെ നിസ്കാരവും നിങ്ങളെ തസ്ബീഹൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കൂലി നിങ്ങൾക്കല്ല. നിങ്ങൾക്കെന്തിനാണ് മാലാകമാരെ കൂലി? മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന്റെ പേരിൽ പ്രത്യേക സ്വർഗവുമില്ല, അവരത് ചെയ്തില്ല എന്ന് കരുതി പ്രത്യേക നരകവും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, റമളാനിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ സവാബ് ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് റമളാനെ ഗൗനിക്കുന്ന, റമളാനെ പരിഗണിക്കുന്ന, റമളാനെ ആദരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഹദിയയായി കൊടുക്കണേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുന്ന മാസാണ് റമളാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. വെറുതെയല്ല, റജബ് മുതൽ വബല്ലിഗ്നാ റമളാൻ, ആ പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റമളാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി മരിക്കലാണ് റമളാനിൽ മരിക്കുന്നതിനേക്കാൾ ഖൈറെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ റമളാനിൽ മരിക്കും, ചിലപ്പോൾ റമളാനിലെ തുടക്കത്തിൽ തന്നെ മരിക്കും. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യം റമളാനെ ഉപയോഗപ്പെടുത്തി റാഹത്തായി മരണപ്പെടലാണ്. അല്ലാഹുവേ, പുണ്യ റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, അള്ളാഹുവിനോട് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലത്തെ റമളാനിൽ എല്ലാ അമലുകൾക്കും പ്രാധാന്യം നൽകി പരമാവധി അതിന്റെ ദിനരാത്രങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തും. എല്ലാത്തിനും കൂലിയാണ്. ഇപ്പൊ നിങ്ങളിവിടെ വന്നാൽ അങ്ങ് കിട്ടുന്നൊരു കൂലിയുണ്ട്. ആ കൂലിയല്ല റമളാനിൽ നിങ്ങളിവിടെ വന്നാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിവിടെ വന്ന് 1.5 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചാൽ അതിന് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമല്ല റമളാനിൽ ഇവിടെ വന്ന് 1.5 മണിക്കൂർ ചെലവഴിച്ചാൽ. ഇന്ന് നിങ്ങൾ അസ്റിന് ജമാഅത്തിന് പള്ളിയിൽ പോയി, അല്ലെ മഗ്രിബിന് ജമാഅത്തിന് പള്ളിയിൽ പോയി, ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ അതിന് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന കൂലിയല്ല. റമളാനിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, أنس بن مالك رضي الله عنه قال
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ വയകൂനു മഈ തഹ്തൽ അർശ്. ഈ ഹദീസൊക്കെ ഒന്ന് കേൾക്കി അള്ളാഹു ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്താ ഹദീസിനർത്ഥം? മൻ ഒരുത്തൻ, ഹലറ ഹാലിറായി പങ്കെടുത്തു, മജ്ലിസൽ ഇൽമി ഇൽമിന്റെ ഒരു മജ്ലിസിൽ, ഫീ റമളാൻ പരിശുദ്ധമായ റമളാനിൽ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ പങ്കാളിയായാൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ, പരിപൂർണമായും നിയ്യത്ത് നന്നാക്കിയാണ് അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ അതിനായി എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കനുസരിച്ചും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ് ജല്ല ജലാലായ റബ്ബവർക്ക് നൽകുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ പറ, തൗഫീഖ് ഉള്ളവർക്കല്ലേ ഇതിന് കഴിയുള്ളൂ അല്ലേ? ഒരാളെ കാര്യത്തിൽ അങ്ങനെ ഒരു ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ മജ്ലിസിൽ എത്തിപ്പെടാൻ കഴിയൂല. ചിലപ്പോൾ ഈ ഇൽമിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കാത്ത ചിലരെ, അല്ലെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കാത്ത ചിലരെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. എന്താണ് ചെങ്ങായിയുടെ വീട്ടിൽ വെറുതിരിക്കല്ലേ? എത്ര അടുത്താ അവളുടെ വീട്, എത്ര അടുത്താണ്, വെറുതിരിക്കുകയാണല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു മജ്ലിസ് നടന്നിട്ട് അതിലൊന്ന് പങ്കെടുക്കാൻ തോന്നില്ലല്ലോ, വല്ലാത്തൊരു നാശം. ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഇതിന് തൗഫീഖ് വേണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ജല്ല ജലാലായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തലാണ്, ഇലാഹായ റബ്ബിനോട് അവർക്കതിന് തൗഫീഖ് കിട്ടാനായി ദുആ ചെയ്യലാണ്. തൗഫീഖ് കിട്ടാത്തവർക്ക് ആ തൗഫീഖ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? ദുആ ചെയ്യാ. നമുക്ക് ഈ തൗഫീഖ് നിലനിന്ന് കിട്ടാനും അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. കാരണം ഇൽമിന്റെ മജ്ലിസ് എന്നാൽ സഹോദരാ സഹോദരി, ഒരായത്ത് കൃത്യമായൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ മഹത്വം, എത്രയാണ് അതിന്റെ കൂലി? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ ഹബീബിന്റെ കയ്യന്റെ തോളത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂദർറേ ലഅം തഗ്ദുവാ വതതഅല്ലമ ആയതം മിൻ കിതാബില്ലാഹ് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയാ മിഅത റക്അ. ഇതിന്റെ ഒരു മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകുമ്പോ അതിനൊരു മഹത്വം എന്ത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണ്ടേ? നമ്മളിപ്പോ ഇവിടെ വന്നു, ഒരായത്ത് ഓതി, നമ്മൾ സാധാരണ ആയത്ത് ഓതിയിട്ട് അതിന്റെ വിശദീകരണങ്ങൾ നടത്തലാണല്ലോ പതിവ്. ഒരായത്ത് നമ്മൾ ശരിക്ക് ഒന്നിച്ചോതും, നമ്മൾ സൂറത്ത്, എന്നിട്ട് വിശദീകരിക്കും. ഒരായത്തിൽ ആയത്തം മിൻ കിതാബില്ലാഹ്, നീ പോയിട്ട് പടച്ച റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിക്കുന്നതാണ് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയാ മിഅത റക്അ. നീ പോയി 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഖൈർ അബൂദർ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുറച്ച് ചൂട് സഹിച്ചാലും തരക്കടില്ല, ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഇതിന്റെ പേരിൽ നമ്മൾ എത്രയോ സന്തോഷിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോ ആരെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഈ ചൂടത്ത്? അല്ല ചങ്ങായിമാരെ, അല്ല പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഈ ചൂടത്ത്? മാത്രല്ല ഇതിപ്പോ ഓൺലൈനായി കേൾക്കാനുള്ള സംവിധാനവും സൗകര്യവും
ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഓൺലൈനായി കേൾക്കുന്നുണ്ട്. അവരും ഈ മജ്ലിസിനെ പരിഗണിക്കുന്നവരാണ് റബ്ബേ, ഇതിനോട് താല്പര്യമുള്ളവരാണ് റബ്ബേ. എല്ലാ ബറക്കത്തും ഖൈറും സലാമത്തും സന്തോഷവും അവർക്ക് നൽകണേ പടച്ചോനെ. പക്ഷെ എല്ലാ മജ്ലിസിലേക്കും വരാൻ കഴിയൂലല്ലോ. ഇതുപോലെ ഒരു മജ്ലിസ് കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും നാളെയുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയിൽ വേങ്ങരയിൽ ഇതുപോലൊരു ക്ലാസ് ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും നമ്മുടെ വിളയിൽ പറപ്പൂർ എത്തിങ്ങാനയിൽ ക്ലാസ് ഉണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി സംബന്ധിക്കുന്നു. അപ്പൊ എല്ലാ മജ്ലിസിലേക്കും എല്ലാവർക്കും കൂടി വരാൻ കഴിയൂല. എന്നാലും താല്പര്യത്തോടെ ആഴ്ചയിൽ ഒരു മജ്ലിസിലെങ്കിലും സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ച് പല മജ്ലിസുകളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കട്ടെ, എല്ലാ ഐശ്വര്യവും അല്ലാഹു നൽകട്ടെ. ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തർക്കും അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനെ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളിപ്പോ ചൂടൊക്കെ സഹിച്ചിവിടെ വന്ന് ഒരായത്ത് കേട്ട് അതിന്റെ അർത്ഥം ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പോവാൻ മറ്റൊരാൾ എന്ത് ചെയ്തെന്നറിയോ? ആ സമയം വേഗം പള്ളിയിൽ പോയി. ആസൊക്കെ ഇപ്പൊ കുറെ കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതൊന്നും ഇപ്പൊ കേട്ടിട്ടൊന്നും വലിയ കാര്യമല്ല, ഞാൻ പോയി കുറച്ച് നിസ്കരിക്കട്ടെ എന്ന് കരുതി പള്ളിയിൽ പോയി. അയാൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വേഗം ഒരു 100 റക്അത്ത് നിസ്കരിച്ചു. ഒരാൾ ഇവിടെ വന്നിട്ട് ഇൽമിന്റെ സദസ്സിനെ ആദരിച്ച് പരിഗണിച്ച് ആ ഇൽമു പഠിക്കാൻ നിന്നു. ഏതാണ് ഖൈർ? ഏതാണ് ഖൈർ? തുലക്കായ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എന്താണെന്ന് മനസ്സിലാക്കലാണ്, അതിന്റെ ആശയം ഉൾക്കൊള്ളലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ കലാമിനെ അവഗണിക്കരുത്. വമനഅറല ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമാ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല തസ്കായാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. വെള്ളം പോലെ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം, വിശദീകരണമൊന്നുമില്ല. ഇതിന്റെ അർത്ഥം ഒന്ന് കേൾക്കി. എന്റെ ദിക്റിനെ ഒരാൾ അവഗണിച്ചു, എന്റെ ദിക്റിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞു. ഏതാണ് ഈ ദിക്ർ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്, ഖിയാമം വരെ ഈ ദിക്റിനെ നാം കാത്തു സൂക്ഷിക്കും. ഏതാ ദിക്ർ? ദിക്ർ ഖുർആനാണ്. എന്റെ ദിക്റിനെ, എന്റെ ഖുർആനെ അവഗണിച്ചു, അതിന് പരിഗണന കൊടുത്തില്ല. ഒരാൾ ആ നിലയിൽ മുന്നോട്ട് പോയാൽ ഫഇന്ന ലഹു മഈശതൻ ലംഗാ, അവന്റെ ജീവിതമാകെ കുടുസായിരിക്കും. ആയത്ത് വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ഫി ദുനിയ, ദുനിയാവിൽ തന്നെ ലാ തുമഇനീനത ലഹു വലൻശിറാഹ ലിസദ്രിഹി, മനസ്സിനൊരു അസ്വസ്ഥത, ഒരു കുടുസ്, പ്രയാസം ഏതെങ്കിലും നിലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ, പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, കുടുംബത്തിൽ സന്തോഷവും സലാമത്തും നൽകണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ.